തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ സാഹചര്യങ്ങളും ഗതികളും മാറ്റിക്കളഞ്ഞു. മെട്രോയുടെ സെക്കൻഡ് ഫേസ് വലിയ മാറ്റങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലാസ്റ്റ് 5 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. ടയർ 1 സിറ്റികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി പോലെയുള്ള സിറ്റികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 25 to 35% ഗ്രോത്ത് ലാസ്റ്റ് ഒരു 10 ഇയറിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടികൾക്കും എല്ലാത്തിനും വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട് വലിയൊരു പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ ഏരിയ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ സാഹചര്യങ്ങളും ഗതികളും മാറ്റിക്കളഞ്ഞു. സെയിം നമ്മൾ എറണാകുളം എടുക്കാമെന്ന് വിചാരിക്കുക. എറണാകുളത്താണെങ്കിൽ മെട്രോയുടെ സെക്കൻഡ് ഫേസ് എക്സ്പാൻഷൻ വന്നു. ഇതും ആ സിറ്റിയിലെ ഗ്രോത്ത് ഒരു 25 to 35% ഈ സിറ്റിയിലും നമുക്ക് കാണാൻ കഴിയും. സെയിം സിനാരിയോ നമ്മൾ ടയർ 2 സിറ്റികൾ എടുക്കുകയാണെങ്കിൽ കോട്ടയം, കൊല്ലം, തൃശ്ശൂർ, അതുപോലെ തന്നെ കാലിക്കറ്റ്, ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നല്ലപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വന്നു. ഹൈവേയുടെ വർക്കുകൾ, സ്പീഡ് ഹൈവേ, ഇതെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിലെ പ്രോപ്പർട്ടികളും അവിടുത്തെ വ്യവസായങ്ങളും നല്ല രീതിയിൽ വർദ്ധിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടുത്തെ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നല്ല ബൂമിംഗ് ഉണ്ടാക്കി.